വീണ്ടും ഡോക്ടർ ജിൻഡോ ജോൺ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഈ അൻവറിനെ UDFന്റെ ഭാഗമാക്കുന്നതിൽ പാർട്ടിക്കകത്ത്, അതായത് കോൺഗ്രസിനകത്തും UDFിലെ ചില ഘടകകക്ഷികൾക്കുള്ളിലുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇപ്പം നമ്മളിത് സംസാരിക്കുമ്പോൾ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ രമേശ് ചെന്നിത്തല 24-മായി സംസാരിച്ചു. അതിൻ്റെ ഒരു വിവരം എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് PV അൻവർ UDFന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻവറിൻ്റെ പിന്തുണ UDFനാണ്, മാത്രമല്ല അൻവർ UDFന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ നാട്ടിൽ പറഞ്ഞ അതേ ഭാഷയിലാണ്, അതേ ആശയവുമാണ് രമേശ് ചെന്നിത്തല ഹൂസ്റ്റണിൽ നടത്തിയ പ്രതികരണത്തിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ VD സതീശൻ പറയുന്നു അൻവറാണ് തീരുമാനിക്കേണ്ടതെന്നാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീകുമാർ സാർ പറയുന്നു ഒരു ആശയക്കുഴപ്പവും UDFനകത്തോ കോൺഗ്രസിനകത്തോ ഇല്ല എന്നാണ്. ഭിന്നാഭിപ്രായമുണ്ട് അൻവറിൻ്റെ കാര്യത്തിൽ എന്നതിൻ്റെ പ്രകടമായ തെളിവുകളാണല്ലോ ഇതൊക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ജിൻഡോ ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് ചോദിക്കട്ടെ, അൻവർ വരുന്നതിൽ UDF അപകടം മണക്കുന്ന അല്ലെങ്കിൽ UDF ഭയക്കുന്നത് എന്താണ്? ശ്രീ ഗോപി, ഇതിൽ രമേശ് ചെന്നിത്തലയുടെയോ കെ സുധാകരൻ്റെയോ VD സതീശൻ്റെയോ പ്രസ്താവനകളെ കോൺട്രഡിക്ടറി ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമില്ല. കാരണം അൻവർ ഉന്നയിക്കുന്ന ആശയങ്ങൾ, പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ട് നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ, അത് തന്നെയാണ് UDF കഴിഞ്ഞ 9 വർഷമായിട്ട് പറയുന്നത്. സ്വാഭാവികമായിട്ടും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ നിരന്തരം സംസാരിക്കുന്ന UDFൻ്റെ രാഷ്ട്രീയം പറയുന്ന ഏതൊരാളും ആശയപരമായി UDFൻ്റെ ഭാഗമാണ്. പിന്നെ സാങ്കേതികമായിട്ട് UDFൻ്റെ ഭാഗമാകണമെങ്കിലുള്ള അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ മാത്രമേ ഇതിൻ്റെ ബാക്കി ഇനി ഉള്ളൂ. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇനി ഈ ആശയ പോരാട്ടം വിജയിക്കേണ്ടത് അൻവറിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ സാധാരണക്കാർക്ക് ഒരു പ്രയോറിറ്റിയും കൊടുക്കാതെ ഉന്നതന്മാർക്കും പൗരപ്രമുഖന്മാർക്കും സ്വന്തക്കാർക്കും മാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ആശയ പോരാട്ടം വിജയിക്കേണ്ടത് അൻവറിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തിനെതിരെ പോരാട്ടം നടത്തി വിജയിക്കേണ്ടത് UDF വിജയിക്കേണ്ടത് അൻവറിൻ്റെ കൂടി ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും UDFന്റെ വിജയം അൻവറിൻ്റെ കൂടി നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് സാങ്കേതികമായിട്ട് UDFിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ കുറെ കൂടി എളുപ്പമാകാൻ അദ്ദേഹം പക്വമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്വമായിട്ടുള്ള നടപടി ഒന്ന് വിശദീകരിക്കുമോ ജിൻഡോ? എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്താണ്? അല്ല, നമ്മളൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് സാങ്കേതികമായിട്ട് UDFന്റെ ഭാഗമല്ലാത്ത ഒരു വ്യക്തിയും ഒരു പാർട്ടിയും ആ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിതമായ സംവിധാനത്തോടെ അനൗൺസ് ചെയ്ത സ്ഥാനാർത്ഥിയെയും ആ അനൗൺസ് ചെയ്യുന്ന പ്രക്രിയയും അല്ലെങ്കിൽ ആ മുന്നണിയെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ ഒരു വാക്കോ ഭാഷയോ ഉണ്ടായാൽ അതൊരു നല്ല രീതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി, അതായത് PV അൻവർ അല്പം മുൻപ് സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടല്ലോ. അതിൽ അൻവർ പറയുന്നത് ഞാൻ ആരാണ്, ഞാൻ തൃണമൂലിൻ്റെ കേരളത്തിലെ കൺവീനറാണ്, ഞാൻ UDFന്റെ ഭാഗമാണോ? അല്ല. അപ്പോൾ ഞാൻ UDFന്റെ ഭാഗമല്ല, UDFന് പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ കൺവീനറാണ്. എനിക്ക് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൂടെ എന്നാണ്. UDF അതൊരു ന്യായമായി പരിഗണിക്കുമോ? അല്ല, അതിൽ ഗോപികൃഷ്ണൻ പറഞ്ഞ ചോദ്യവും അൻവർ പറഞ്ഞ ന്യായവും ഒക്കെ ശരിയാണ്. അദ്ദേഹം UDFന്റെ സാങ്കേതികമായിട്ട് UDFന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് അഭിപ്രായവും പറയാം. പക്ഷേ ഏത് തരത്തിലുള്ള അഭിപ്രായം പറയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് സാങ്കേതികമായിട്ട് UDFന്റെ ഭാഗമാകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു സാമാന്യ ബോധം അദ്ദേഹത്തിനും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ UDFന്റെ ഭാഗമാകുന്നതിൻ്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നിമിഷം വരെ UDFന്റെ സ്ഥാനാർത്ഥിക്കും സംവിധാനത്തിനുമെതിരെ നിരന്തരം ആക്ഷേപം പറയുകയും അത് കഴിയുമ്പോൾ തിരുത്തി പറയാം എന്ന് പറയുന്ന ഒരു ശരിയായ നിലപാടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പറയുന്ന ഡോക്ടർ ശശി തരൂർ ആ പാർട്ടിയിലില്ലേ ജിൻഡോ? അല്ല, ശശി തരൂർ ആര്യനും ഷൗക്കത്ത് മോശമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ച ഒരാൾ പാർട്ടിയിലില്ലേന്ന് ഞാൻ ചോദിച്ചതാണ്. അല്ല, പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിന് എതിരായിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടുള്ള ചില പ്രത്യേക താല്പര്യങ്ങൾ, ചില അഭിപ്രായങ്ങൾ പറയുന്നതിന് കോൺഗ്രസിൽ അങ്ങനെ തടസ്സവും ഇല്ല. കാരണം നമ്മൾ ഇന്നോവയുടെയും മാഷാള്ള സ്റ്റിക്കർ ഒട്ടിക്കുകയും വേട്ടയാടാൻ ചെയ്യുന്ന ആളുകളല്ലാത്തത് കൊണ്ട് അനന്തമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന, വില കൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനവും കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഒരു കാര്യം കൂടി ഗോപികൃഷ്ണ LDFന്റെ പ്രതിനിധിയോട് പറയാനുണ്ട്. അൻവർ കർണത്തടിച്ചത് UDFന്റെ അല്ല പ്രകാശ് മാസ്റ്ററെ. അൻവർ മാറി കർണത്തടിച്ചത് പിണറായി വിജയന്റെയും ഈ സർക്കാരിൻ്റെയുമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് 21 ദിവസക്കാലം കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളുടെ പ്രൈം ടൈമിൽ വന്ന് അൻവർ പത്രസമ്മേളനം വിളിക്കുകയും സമ്മേളനങ്ങൾ നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ ചാനൽ ചർച്ചകൾ പോലും ഒഴിവാക്കി ചാനലുകൾ അൻവറിന്റെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് അപ്പോഴൊന്നും കാര്യം മനസ്സിലായില്ലേ ആരുടെ കാരണത്തെ അടിക്കുന്നതെന്ന്? 21ാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് നേരിട്ട് അൻവറിനെതിരെ സംസാരിച്ചപ്പോഴാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചാ പ്രതിനിധികൾ സംസാരിക്കാൻ മുരടനക്കാൻ തയ്യാറായത്. 21 ദിവസക്കാലം അൻവർ ഉയർത്തിയ
ഒരു വിഷയത്തെയും അഡ്രസ് ചെയ്യാൻ CPM-ന്റെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധികൾ ആരും വന്നില്ല എന്നുള്ള ഒരു ചരിത്രം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കരണത്തടി ഏറ്റത് ആർക്കാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ചേരിപ്പോരിനെ കുറിച്ച് നിങ്ങൾ ആരെ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത്? പാലക്കാട് സംഭവിച്ചു അല്ല നിലമ്പൂർ കിട്ടുമെന്നോ? VSOയുടെ നിലപാട് നിങ്ങൾ കണ്ടോ? VSOയുടെ നിലപാട് കണ്ടോ? ഇങ്ങനെ നിങ്ങൾ വല്ലപ്പോഴും ഭാഗ്യാന്വേഷികളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ചാടിപ്പോരുന്നത് കാത്ത് വല വിരിച്ചിരിക്കാതെ സ്വന്തം പാർട്ടിയിൽ പണിയെടുക്കുന്ന DYFI-കാരനെയോ SFI-കാരനെയോ നിങ്ങൾ പറയുന്നത് കേട്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരാൾക്ക് പാർട്ടി ചിഹ്നത്തിൽ ഒരു സീറ്റ് കൊടുക്കാൻ നോക്കും മാസ്റ്ററെ. അങ്ങനെയല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്. അങ്ങനെയല്ല നിങ്ങൾ ഈ ഇലക്ഷനെ രാഷ്ട്രീയമായിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. കോൺഗ്രസിൽ നിന്ന് വഴക്കൂടി വരുന്നവരെ നോക്കി അയലക്കത്തെ വീട്ടിലെ ജനാലയ്ക്ക് അപ്പുറത്ത് നോക്കി നിൽക്കുന്ന പണിയാണോ CPM കേരളത്തിൽ എടുക്കുന്നത്? 9 വർഷം കേരളം ഭരിച്ച സർക്കാരിന്റെ പാർട്ടിയുടെ പ്രതിനിധിക്ക് സ്വന്തമായിട്ട് ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കെൽപ്പില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നല്ലേ? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിലമ്പൂരിൽ നിന്ന് ഒരു MLA ജയിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ടിനകത്തേക്ക് കൈപ്പത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വരും. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. അടി കിട്ടുന്നത് നിങ്ങൾക്കാ. അൻവറിന്റെ മാത്രമല്ല, നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളുടെയും കാരണത്തടി കിട്ടാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരെയാണ്. അത് നിങ്ങൾ കാത്തിരുന്ന് അനുഭവിക്കാൻ പോവാ. നിലമ്പൂരിലെ ഇലക്ഷൻ കേരളത്തിലെമ്പാടുമുള്ള ജനവികാരം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പോകുന്ന കാര്യമാണ്. അതുകൂടി കണ്ടിട്ട് വേണം നിങ്ങളുടെ ഈ നവകേരള സൃഷ്ടി 2026 മെയ് മാസം 25-ാം തീയതി പൂർത്തിയാക്കി കാരണഭൂതനും കൂടെയുള്ള ബാക്കി എല്ലാ കൊള്ളക്കാർക്കും പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് കാത്തിരുന്ന അനിവാര്യമായ വിധി തേടിയെടുക്കും. പ്രകാശ് മാസ്റ്റർ മറുപടി. അല്ല, സ്വപ്നം കാണാൻ ആർക്കുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അവർ കണ്ടുകൊണ്ടിരിക്കട്ടെ. പിന്നെ ഇവിടെ CPM ചർച്ചയിൽ പങ്കെടുത്തില്ല. അദ്ദേഹം പറയാൻ തുടങ്ങിയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ 4 തവണ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. കള്ളം പറയരുത്. ഞങ്ങളെതിരെ ഇപ്പോ അൻവർ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് കൃത്യമായ നിലക്കുള്ള നിലപാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ CPM-ഉമായിട്ടോ LDF-ആയിട്ടോ ബന്ധമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒളിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ചില്ല. പിന്നെ സാങ്കേതികമായിട്ട് ഇദ്ദേഹം UDF-ന്റെ ഭാഗമല്ല എന്നുള്ളത് രമേശ് ചെന്നിത്തലക്ക് അറിയില്ലേ? അതുപോലെ സുധാകരൻ അറിയില്ലേ? അവരാ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം UDF-ന്റെ ഭാഗമാണ്, ഞങ്ങളാരുമല്ല. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം UDF-ന്റെ ഭാഗമാണ്. UDF-ന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടിയാണെങ്കിൽ സ്ഥാനാർത്ഥി ഇയാളായിരിക്കില്ല. ഇപ്പോൾ നിശ്ചയിച്ച സ്ഥാനാർത്ഥി ഒരു കാരണവശാലും ജയിക്കില്ല. അദ്ദേഹം മറ്റു പാർട്ടിയിലേക്ക് പോകാൻ നിന്നിരിക്കുന്ന ആളാണ്. ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ് ജോയി സ്ഥാനാർത്ഥിയാവാത്തത്. ഒരു പ്രത്യേക വിഭാഗത്തെ കോൺഗ്രസ് അവഗണിക്കുകയാണ്. ഇതൊന്നും പറഞ്ഞ ഞങ്ങളല്ല, ഇതെല്ലാം പറഞ്ഞ UDF തന്നെയായിട്ടുള്ള അൻവറാണ്. അൻവർ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് നിങ്ങളുടെ കൂടെയാണല്ലോ. അൻവറാണല്ലോ നിങ്ങളുടെ രാഷ്ട്രീയം നിയന്ത്രിച്ചത്. അൻവറിന് വേണ്ടിയാണല്ലോ ഇവിടെ UDF സംസാരിച്ചത്. അദ്ദേഹമാണ് പറയുന്നത് സ്ഥാനാർത്ഥി കൊള്ളില്ല, അത് ജയിക്കാൻ പോകുന്നില്ല, അത് ജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെല്ലാം പറഞ്ഞത് ഞങ്ങളല്ല, അദ്ദേഹമാണ്. ഡോക്ടർ ജിൻഡോ താങ്കളോടൊരു ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളുടെ സമയത്തിന് ഒരു ഭാഗം അദ്ദേഹത്തിന് ആ ചോദ്യത്തിന് കൊടുക്കാം. താങ്കൾ അനുവദിക്കുകയാണ്, കാരണം ഇത് താങ്കൾ. ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചോട്ടെ. ശരി ശരി ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചോട്ടെ. ശരി, പറഞ്ഞോളൂ. LDF-ന് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ കാണുന്നുവെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പിണറായി വിജയന്റെ 3ാമത്തെ ടേമിന്റെ തുടർച്ചയുടെ തുടക്കമായിരിക്കും ഇതിന്റെ ഫലം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. കേരള രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അറിയുന്നവരാണ് ഞങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പൊ സ്ഥാനാർത്ഥി ആരെയാണ് തീരുമാനിക്കേണ്ടത്? നിങ്ങളല്ലോ. ഞങ്ങളുടെ പാർട്ടി ഇപ്പൊ നിങ്ങളെയൊക്കെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് ഈ പറയുന്ന മറ്റു പാർട്ടിക്കാരാണോ? അതുകൊണ്ട് ആർക്ക് സ്ഥാനം കൊടുക്കണം, ആരെ മത്സരിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആത്യന്തിക ലക്ഷ്യമൊന്നുമല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കാൻ തീരുമാനിക്കാനുള്ള കരുത്തൊക്കെ നിങ്ങളെക്കാൾ എത്രയോ ഏറെ CPM-നുണ്ട് എന്നുള്ളത് CPM-നെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ CPM-നെ അറിയാത്ത നിങ്ങളോട് ആടെന്തറിയുന്നു അങ്ങാടി വാണിഭം എന്ന് പറയുക മാത്രമല്ലേ മാർഗമുള്ളൂ. അവിടെ സ്ഥാനാർത്ഥിയൊക്കെ കൃത്യസമയത്ത് തീരുമാനിച്ച നിലക്ക് നല്ല ജനപിന്തുണയുള്ള ജനസമ്മതനായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തിയിരിക്കും. അതിലൊന്നും കോൺഗ്രസ്സുകാർ ബേജാറാവേണ്ട ഒരു കാര്യമില്ല. ഇനി ചോദ്യം ചോദിക്കാം. ജിൻഡോ പെട്ടെന്ന് ചോദ്യം. ജിൻഡോ സമയമായതുകൊണ്ടാണ്. ഗോപി, എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഈ അൻവർ 6 മാസമായിട്ട് UDF-ന്റെ ഭാഗമാണെന്ന് താങ്കൾ വീണ്ടും വീണ്ടും പലവട്ടം പറഞ്ഞു. അൻവർ 9 വർഷമായിട്ട് പിണറായി വിജയനെ പിതൃസമാനൻ എന്ന് പറഞ്ഞ് പിന്തുണച്ച് നിന്ന ആളല്ലേ? ആ അൻവർ എങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്? എന്തിന്റെ പേരിലാണ് പുറത്തേക്ക് വന്നത്? അതിന് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾ ആരെ വേണമെങ്കിലും നിർത്തിക്കോ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അപ്പൊ പുതുപ്പള്ളിയിൽ നിർത്തിയത് ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ലേ? ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥിയല്ലേ? തൃക്കാക്കര നിർത്തിയ ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥിയല്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് നിർത്തുന്നതൊക്കെ ജനപിന്തുണയുള്ളതെന്ന് അവകാശപ്പെട്ടുകൊണ്ടല്ലേ? പക്ഷേ ഈ ബൈ ഇലക്ഷനിലൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് തോൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അൻവർ UDF-ന്റെ ഭാഗമാവോ ഇല്ല എന്നുള്ളത് സാങ്കേതിക വിഷയമാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത്? അത് പറയാൻ ധൈര്യമുണ്ടോ മാഷെ? മറുപടി. അതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുക കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്തോ നിങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്.
4 ഉപതെരഞ്ഞെടുപ്പ്, അതിൽ 3 സീറ്റ് നിങ്ങളുടെ സീറ്റല്ലേ, അത് നിങ്ങൾ ജയിച്ചു. 1 സീറ്റ് ഞങ്ങൾ ജയിച്ചു. പിന്നെ നിങ്ങൾ എന്ത് മുന്നേറ്റം ഉണ്ടാക്കിയെന്നാ? ഇവിടെ UDF ഉണ്ടായിരുന്ന 3 സീറ്റ് അവർ നിലനിർത്തി, LDF സീറ്റ് ഞങ്ങൾ നിലനിർത്തി. പിന്നെ ഞങ്ങൾക്ക് എന്ത് പരാജയം എന്നാ? നിങ്ങൾക്ക് മനക്കോട്ട കാണാൻ ഭയങ്കര വിജയമാണ്. കേരളത്തിൽ LDF ആകെ പരാജയപ്പെട്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 99 സീറ്റ് നേടിയ മുന്നണിയാണ് LDFന്റെ ഇപ്പോഴത്തെ ഗവൺമെന്റ്. ഈ കേരളത്തിലെ ഏറ്റവും ഏറെ ജനപിന്തുണ നേടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇപ്പൊ നിൽക്കുന്നത്. അതൊന്നും മറക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കുറെ പത്രക്കാരും അതുപോലെ മാധ്യമങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് അങ്ങ് സ്വപ്നം കണ്ട് കളയണ്ട.